അടിമാലി എസ്എൻപടി സ്വദേശിനിയായി വീട്ടമ്മ അർബുദ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. കളരിക്കൽ വീട്ടിൽ സന്തോഷിന്റെ ഭാര്യ ഉഷ സന്തോഷാണ് അർബുദ രോഗബാധയെ തുടർന്ന് തുടർ ചികിത്സയ്ക്കായി കരുണ പറ്റാത്ത മനസ്സുകളുടെ സഹായം തേടുന്നത്. ഉഷയെ സഹായിക്കുവാൻ അടിമാലിയിൽ രൂപീകരിച്ച ഉഷ ചികിത്സാ സഹായനിധിയുടെ നേതൃത്വത്തിൽ ടൗണിൽ നിന്ന് പൊതു ധനസമാഹരണവും നടത്തി. 4.5 വർഷം മുമ്പാണ് 47-കാരിയായ ഉഷയുടെ അർബുദ രോഗബാധ തിരിച്ചറിയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നിലവിൽ ഉഷയുടെ ചികിത്സ നടന്നുവരുന്നത്. തുടർ ചികിത്സയ്ക്കായി 4 ലക്ഷത്തോളം രൂപ കണ്ടെത്തേണ്ടതായുണ്ട്. സാമ്പത്തിക പരാധീനതകൾക്കിടയിലൂടെ കടന്നുപോകുന്ന ഉഷയുടെ കുടുംബത്തിന് തനിച്ച് ചികിത്സയ്ക്കായി വേണ്ടുന്ന ഈ വലിയ തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അടിമാലിയിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ ആളുകൾ കൈകോർത്ത് ഉഷ ചികിത്സാ സഹായ നിധിക്ക് രൂപം നൽകിയത്. ഉഷ ചികിത്സാ സഹായ നിധിയുടെ നേതൃത്വത്തിൽ ഇന്ന് അടിമാലി ടൗണിൽ ഗാനമേളയും പൊതുജനങ്ങളിൽ നിന്നും ധനസമാഹരണവും നടത്തി. അടിമാലിയിലെ ചില സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വാടകയ്ക്ക് എടുത്തു നൽകിയ വീട്ടിലാണ് ഉഷയുടെയും കുടുംബത്തിന്റെയും ജീവിതം. കൂലിവേലക്കാരനായ ഉഷയുടെ ഭർത്താവ് സന്തോഷിന് സ്വരുക്കൂട്ടാവുന്നതിലും അപ്പുറത്താണ് ഉഷയുടെ ചികിത്സയ്ക്കായി വേണ്ടുന്ന തുക. ഈ സാഹചര്യത്തിലാണ് കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ലാലു പറഞ്ഞു. സന്തോഷം എന്ന് പറയുന്ന ചേച്ചിക്ക് വേണ്ടി കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങൾ ചികിത്സയ്ക്ക് സഹായമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് പൊതുവായി ജനങ്ങളിൽ നിന്ന് ഒരു ഫണ്ട് പിരിക്കുന്നതിന് ഒരു പ്രോഗ്രാമാണ് അടിമാലിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദീർഘകാലമായി ക്യാൻസർ ചികിത്സയ്ക്ക് വിധേയമായിരിക്കുന്ന ചേച്ചിയുടെ അവസ്ഥ ഇപ്പോൾ വളരെ ശോചനീയമായിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി ഏകദേശം 3 ലക്ഷത്തിലധികം രൂപയോളം ആവശ്യമുള്ള ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെയും നല്ലവരായ നാട്ടുകാരുടെയും സഹായമില്ലാതെ കൊണ്ട് നമുക്ക് ആ ഒരു ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനോ അവരുടെ നിത്യവൃത്തിക്ക് പോലും നിവൃത്തിയില്ലാത്ത ഈ സാഹചര്യത്തിൽ ഉഷയെയും കുടുംബത്തെയും സഹായിക്കാൻ താല്പര്യമുള്ള സുമനസ്സുകൾക്ക് അടിമാലിയിലെ കാനറ ബാങ്ക് ശാഖയിൽ തുറന്നിട്ടുള്ള 1175450250 എന്ന അക്കൗണ്ട് നമ്പറിൽ പണം നിക്ഷേപിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.